ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ സാന്ത്വനം 2 എല്ലാവരും ഇപ്പം നമ്മുടെ വീഡിയോസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നമ്മുടെ തമിഴിൽ വരുന്ന ആ സെയിം എപ്പിസോഡ് തന്നെയാണ് നമ്മുടെ മലയാളത്തിലും വരുന്നത്. സാന്ത്വനം 2 ഒരു മാറ്റവും ഇല്ല, അതേപോലെ തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ അനു കൃഷ്ണമംഗലത്ത് ചെന്നിട്ട് ദേവമംഗലം കുടുംബക്കാരോട് ചെയ്ത ഓരോ ക്രൂരതകൾക്കും തിരിച്ച് കൃഷ്ണമംഗലംകാരോട് നല്ല എട്ടിൻ്റെ പണി കൊടുത്ത് അലോകിനെ മുൻനിർത്തിക്കൊണ്ട്, അപ്പോൾ അതിൻ്റെ ഓരോ വിശേഷങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കേട്ട് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനായിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അനു ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവൻ്റെ കുടുംബവും എല്ലാവരും തിരിച്ചങ്ങ് പോവുകയാണ്. ബാലനെയും അതുപോലെ ഗോമതിനെയൊക്കെ വേണ്ട രീതിയിൽ പരിഹസിച്ചും ആട്ടിയും ഒക്കെ ആയിട്ടാണ് അവർ പോണത്. അപ്പോൾ ഈ സമയം നമ്മുടെ അനു ബാലൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാണ്. അതായത് അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അലോകില്ലാണ്ട് ഇനിയൊരു ജീവിതം പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആര്യനും ആനന്ദും അല്ലെങ്കിൽ നമ്മുടെ മിത്രയും മീനാക്ഷിയും ദേവിയും അവരൊന്നും ഇത് വിശ്വസിക്കണില്ല, ധർമ്മം പോലും. കാരണം അനുമോൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അനുമോളെ പേടിച്ച് ഈ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അവരൊക്കെ വിശ്വസിക്കുന്നത്. അങ്ങനെ ബാലൻ അനുവിനെ തട്ടി മാറ്റിയിട്ട് അകത്ത് കയറി പോവുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഗോമതി ചോദിക്കുന്നുണ്ട്, എന്താണ് അനു നീ പറ മോളെ, നീ എനിക്ക് എങ്ങനെ ഇതിന് സാധിച്ചു? നീ എന്തിനാണ് ഈ ഒരു ഇത്രയും വലിയൊരു ഇതിലോട്ട് നീ പോയി തല വെച്ച് കൊടുത്തത് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഗോമതിയും കരഞ്ഞുകൊണ്ട് ഉള്ളിലോട്ട് കയറി പോവേണ്ട ദേവമംഗലത്തേക്ക്. ഈ സമയം നമ്മുടെ ദേവി ചോദിക്കുന്നുണ്ട്, മോളെ നീ ഇപ്പോഴെങ്കിലും സത്യം പറയാനോ? എന്താണ് സംഭവിച്ചത്? നിന്നെ ഭീഷണിപ്പെടുത്തിയാണോ അവൻ ആ താലി കെട്ടിയെങ്കിൽ ആ താലി വലിച്ച് പൊട്ടിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് നീ വാ മോളെ ദേവമംഗലത്തേക്ക്. അതുപോലെ തന്നെ ആര്യനും അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിന്നെ ആര് ഭീഷണിപ്പെടുത്തിയാലും ഈ ചേട്ടന്മാരോട് നീ തുറന്നു പറയടി മോളെ, നിന്നെ ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും, നീ ഞങ്ങളുടെ പൊന്നു മോളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമ്മുടെ അനു പറയുന്നുണ്ട്, ഇല്ല ദേവിയേട്ടത്തി. അതുപോലെ ആനന്ദിൻ്റെ അടുത്തും ആര്യൻ്റെ അടുത്തൊക്കെ പറയണേ, എന്നെ ആരും ഭീഷണിപ്പെടുത്തുകയോ നിർബന്ധിച്ചോ ഒന്നുമല്ല കല്യാണം കഴിച്ചത്, എൻ്റെ ഇഷ്ടത്തോടു കൂടി തന്നെയാണ്. കാരണം എനിക്ക് അലോകില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു തോന്നൽ, അല്ലാണ്ട് എന്നെ ആരും ഭീഷണിപ്പെടുത്തിയില്ല എന്നൊക്കെ നമ്മുടെ അനുമോൾ പറയുകയാണ് കേട്ടോ. പക്ഷേ അവർക്കൊന്നും അത് അത്ര വിശ്വസനീയമായിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ അനു അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരു കുട്ടിയല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കത് അങ്ങനെ വിശ്വസിക്കാനേ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി കേട്ടോ. അങ്ങനെ അവരെല്ലാവരും അനുവിനോട് ദേഷ്യപ്പെട്ടിട്ട് അവരെല്ലാവരും ദേവമംഗലത്തോട്ട് കയറി പോവുകയാണ്. ഇതേ സമയം നമ്മുടെ ഇന്ദിരാമ്മ ഒക്കെ വരുന്നുണ്ട്. എൻ്റെ അച്യുതനും എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അച്യുതൻ അലോകിനോട് ചോദിക്കും, എടാ നിനക്ക് എത്ര നല്ലൊരു ആലോചനയാടാ നമ്മുടെ അനന്തം കൊണ്ടുവന്നത്, നല്ല കോടീശ്വരി ആയിട്ടുള്ള ഒരുത്തി, അത് നിനക്ക് സമ്മതമാണെന്നല്ലേടാ നീ പറഞ്ഞത്, എന്നിട്ട് നീ പിന്നെ എന്തിനാടാ ഈ പലചരക്കുകാരൻ ബാലൻ്റെ മോളെ തന്നെ കെട്ടണമെന്ന് നിനക്ക് ഇത്ര നിർബന്ധം എന്നൊക്കെ ഇങ്ങനെ അച്യുതൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ഇന്ദിരാമ്മ പറഞ്ഞു, നിർത്ത്, ഇവിടെ ആരും വലിയ വിവാഹത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചൊന്നും അധികം പ്രസംഗിക്കുകയൊന്നും വേണ്ട. നമ്മുടെ മിത്ര ആര്യനെ കല്യാണം കഴിച്ചു. എങ്ങനെയാണ് കല്യാണം കഴിച്ചത്? അവർ മുറച്ചെറുക്കനും മുറപ്പെണ്ണുമാണ്. അതുപോലെ തന്നെ നമ്മുടെ അനുവും അലോകും അവരും മുറപ്പെണ്ണും മുറച്ചെറുക്കനുമാണ്. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആരും വലിയ വിശദീകരിച്ചൊന്നും പറയണ്ട. എല്ലാവരുടെയും വിവാഹം നടന്നത് നല്ല രീതിക്കൊന്നും അല്ലല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മുടെ ഇന്ദിരാമ്മ എല്ലാവരും ഒന്നും പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ ഇന്ദിരാമ്മ നമ്മുടെ രാജശ്രീയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലൊരു പുതിയ മരുമകൾ വന്നതാണ്, അപ്പോൾ അവളെ ഇരു കൈകളും നീട്ടി നമ്മൾ സ്വീകരിക്കുക, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്ക് രാജശ്രീ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആനന്ദൻ അച്യുതനുമായിട്ട് സംസാരിക്കുകയാണ്. അതായത് എടാ എനിക്കിതത്ര വലിയ വിശ്വാസമൊന്നും ആയിട്ടില്ല അനന്തൻ പറഞ്ഞു കേട്ടോ. കാരണം ഈ അലോക് അനുവിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അല്ലേ പറയണത്. പക്ഷേ അവൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷമൊന്നും അല്ലല്ലോ കാണുന്നത്. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, അലോക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അച്യുത നീ അറിയാണ്ട് അവൻ ചെയ്യില്ല. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. സത്യം പറയുക, ഇതെല്ലാം നീയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയല്ലേ അച്യുത എന്ന് അനന്തൻ ചോദിക്കുകയാണ്. എൻ്റെ പൊന്ന അനന്തേട്ട, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇവൻ്റെ നല്ലൊരു ആലോചന വലിച്ചും കൊണ്ടുവന്ന് ആ ആലോചന മതി എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞിരുന്നത്. ഇങ്ങനെ ചെന്ന് തല വയ്ക്കും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അലോകിനൊന്നും മിണ്ടാനില്ല. കാരണം അലോക് എന്താ പറയേണ്ടത്? അലോക് അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ വീഴുമെന്ന് പറയുന്ന അവസ്ഥയാണ്. ഒരു മാസ് കളി കളിച്ചതാണ്, പക്ഷേ തൻ്റെ തലയിൽ തന്നെ വന്ന് വീഴുന്ന അവസ്ഥയായിപ്പോയി അലോകിന്. കാരണം അനു നല്ല 8ൻ്റെ പണിയാണ് കൊടുത്തത്.
ഇതേ സമയം നമ്മുടെ ദേവമംഗലത്താകെ സങ്കടവും വിഷമവും കരച്ചിലൊക്കെയാണ്. നമ്മുടെ ഗോമതിയാണെങ്കിൽ നമ്മുടെ ദേവിയുടെ മടിയിൽ തലവെച്ച് കിടന്ന് കരയാണ്. എന്നാലും എൻ്റെ പൊന്നു മോൾ അവൾ ഇങ്ങനെ ചെയ്തല്ലോ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഭയങ്കര കരച്ചിലാട്ടോ. ആകെ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. ബാലന് ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ബാലൻ പലതും ഇങ്ങനെ ചിന്തിക്കുകയാണ്. അനുമോൾ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല, എൻ്റെ മോൾ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള കുട്ടിയല്ല എന്നൊക്കെയുള്ള പല പല ചിന്തയിൽ ബാലന്. ആ സമയം നമ്മുടെ ആര്യനും ആനന്ദും ഒക്കെ നമ്മുടെ ബാലനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലും ടെൻഷൻ അടിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ ഈ പുറത്തോട്ട്, എന്നുവെച്ചാൽ ബാലൻ പതുക്കെ പുറത്തു പോകും. ബാലൻ ടെൻഷൻ വരുമ്പോൾ ബാലൻ പുറത്തോട്ട് ഇറങ്ങിപ്പോവും. ആ ഒരു രീതിയിൽ നിൽക്കുകയാണ്. അപ്പം മീനാക്ഷിയൊക്കെ പറഞ്ഞ് അച്ഛൻ പോവരുത്, അച്ഛനും കൂടെ ഇറങ്ങിപ്പോയാൽ ഞങ്ങൾക്ക് ആകെ ഒരു സമാധാനക്കേടാവുമെന്ന് മീനാക്ഷിയും ദേവിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കേൾക്കാനോ, എവിടെ കേൾക്കാനോ? ആകാശും ആര്യനും ആനന്ദൊക്കെ ചെയ്ത് പറയണ്ട അച്ഛൻ പോവലേന്ന് പറയും. പക്ഷെ ബാലൻ അതൊന്നും കേൾക്കില്ല. ബാലന് വീട്ടിൽ ഇരുന്നിട്ട് വല്ലാത്തൊരു ഭ്രാന്താണ്, തലയ്ക്ക് ഒക്കെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. എന്താ കല്യാണം മുടങ്ങിപ്പോയി, നാട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും എന്ത് പറയും? തൻ്റെ മോളെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇത്രയും ആർഭാടപരമായിട്ട് ഈ കല്യാണം നടത്താനിരുന്നല്ലേ, ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്നോർത്തിട്ട് ബാലന് സഹിക്കാനാവാണ്ട് ബാലൻ വണ്ടി എടുത്തുകൊണ്ട് ആക്റ്റീവ് എടുത്തുകൊണ്ട് പോകണം കേട്ടോ. മക്കളൊക്കെ പറഞ്ഞിട്ടും വിളിച്ചിട്ടും നിന്നൊന്നുമില്ല. ഈ സമയം നമ്മുടെ ഗോമതി ആനന്ദിനോടും അതുപോലെ തന്നെ ആകാശിനോടൊക്കെ പറയും, എന്തിനാ നിങ്ങൾ തടഞ്ഞു നിർത്തണേ? എന്ത് സമാധാനമാണ് ആ മനുഷ്യന് ജീവിതത്തിൽ മക്കൾ കൊടുത്തിട്ടുള്ളത്? പോട്ടെ, എങ്ങോട്ടെങ്കിലും പോട്ടെ, ആ മനുഷ്യന് സമാധാനം കിട്ടുന്ന ഇവിടുത്തെ എങ്ങോട്ടെങ്കിലും പോയി ആ മനുഷ്യൻ കുറച്ച് നേരം ഇരിക്കട്ടെ. നീയാണെങ്കിൽ ആര്യൻ്റെ അടുത്ത് പറയാം, ആര്യയും മിത്രയും ആകെയുള്ള കല്യാണ സമയത്ത്. അതുപോലെ തന്നെ ഓരോ കേസും, കാരണം സത്യം പറഞ്ഞാൽ ദേവിയുടെയും ആനന്ദിൻ്റെയും മാത്രമാണ് ശരിക്കും നടന്നത്. ബാക്കി രണ്ട് മക്കളുടെയും കല്യാണം ഇതുപോലെ വിളിച്ചുകൊണ്ട് വരലും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, അനുവും എല്ലാം കൊണ്ടും ആ മനുഷ്യന് സമാധാനമായി. ജീവിതത്തിൽ മക്കൾ കാരണം ആ മനുഷ്യന് ഇന്ന് വരെ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. നാണക്കേടും ഒക്കെ വരുത്തി വെച്ചിട്ടുണ്ട്. എങ്ങോട്ടെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞ് ഗോമതി ഒരു കരച്ചിലാട്ടോ. ആകെ ഒരു വല്ലാത്തൊരു ഇതിൽ ഗോമതി അങ്ങനെ മക്കളുടെ അടുത്തൊക്കെ പറഞ്ഞതാണ്. ഇതേ സമയം നമ്മുടെ ഇന്ദിരാമ, നമ്മുടെ രാജശ്രീയും അവരെല്ലാവരും കൂടെ ചേർന്ന് അനന്തൻ്റെ ഏട്ടത്തി, അനന്തൻ്റെ വൈഫ്, അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ അനുവിനെ അലോകിനെയും നിലവിളക്കൊക്കെ വെച്ചിട്ട് വീട്ടിലോട്ട് കൃഷ്ണമംഗലം തറവാട്ടിലോട്ട് കയറ്റുന്ന സീനൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അനു മനസ്സിൽ കൽപ്പിച്ച് പ്രാർത്ഥിച്ച് തന്നെ അനു ഇടതുകാല് വെച്ച് കൃഷ്ണമംഗലത്തിലോട്ട് കയറുകയാണ്. മുടിഞ്ഞ് മുള്ളു വാരണേ എന്നുള്ള പ്രാർത്ഥനയോടു കൂടിയാണ് നമ്മുടെ അനു കൃഷ്ണമംഗലത്തേക്ക് കയറുന്നത് കേട്ടോ. ആകെ ഒരു അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഇന്ദിരാമയ്ക്കും രാജശ്രീക്കും എന്തായാലും തൻ്റെ മോനൊരു മകളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഒരു പുതിയ മരുമോള് വന്നതിൻ്റെ സന്തോഷം. ഇന്ദിരാമയ്ക്ക് തൻ്റെ പേരക്കിടാവ് ഇങ്ങ് വന്നതിൻ്റെയൊക്കെ ഒരു സന്തോഷമൊക്കെയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമംഗലത്ത് എല്ലാവരും നമ്മുടെ അനുവിൻ്റെ അടുത്തും ആലോകിൻ്റെ അടുത്തൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആര്? നമ്മുടെ അച്യുതനും അനന്തനും രാജശ്രീയും അനന്തൻ്റെ വൈഫും എല്ലാവരും നിന്നപ്പോൾ അനുവിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് ആണോ കല്യാണം കഴിച്ചത്? നിങ്ങൾ പറയുന്നത് ശരിക്കും സത്യമാണോ? അപ്പോഴേക്കും നമ്മുടെ അനു പറയുന്നുണ്ട്, ദേ നോക്കൂ, എനിക്ക് അതായത് ആലോക് എന്നെ തലേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു കുപ്പി വിഷവും എടുത്ത് വീഡിയോ കോൾ ചെയ്യണം. എന്നിട്ട് എൻ്റെ അടുത്ത് അനുവിൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് അലോക് വിഷം കഴിക്കാൻ പോകണം, നീ അനു ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എന്താ ചെയ്യണേ? എനിക്കും അതുപോലെ തന്നെയാണ്. എന്നിട്ട് നേരെ അലോകിൻ്റെ ഫോൺ മേടിച്ചിട്ട് ആ ഫോണിലെ കുറേ ഫോട്ടോസ്, അതായത് അലോക് തന്നെ AI രീതിയിൽ കുറച്ച് ഫോട്ടോസ് അനുവിൻ്റെ അലോകിൻ്റെ റെഡിയാക്കി ഇട്ടിരുന്നല്ലോ, ആ ഫോട്ടോയൊക്കെ അങ്ങ് അവരെല്ലാവരും കാണിക്കണം. അനന്തനെയും അച്യുതനെയും അതുപോലെ തന്നെ രാജശ്രീ ഒക്കെ കാണിച്ചു കൊടുക്കണം. അവർക്കൊക്കെ ആകെ ആ ഫോട്ടോ കണ്ടിട്ട് കൊടുക്കാൻ, ഇവർ ഇത്രയും ഡീപ്പ് റിലേഷൻ ആയിരുന്നു എന്നുള്ളത് പോലും അവർ ആ ഫോട്ടോസ് കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. അച്യുതനൊക്കെ ആ ഫോട്ടോ കണ്ടിട്ട് വല്ലാത്തൊരു നാണക്കേടായിരുന്നു. മീൻസ് അത്രയും ഡീപ്പ് റിലേഷൻ. കാരണം ഹോട്ടലിൽ വരെ ഇവർ റൂം എടുത്തേക്കുന്നതിൻ്റെ അവിടെ കിടന്നതിൻ്റെയൊക്കെ ഉള്ള ഓരോ ഫോട്ടോസൊക്കെയാണ് ഈ അലോക് AI വഴി റെഡിയാക്കി ഇട്ടേക്കുന്നത് ഫോണിൽ. ആ അലോക് പൊളിച്ചിങ്ങനെ നിൽക്കുക, അല്ലാണ്ട് വല്ലതും പറ്റുമോ? പക്ഷേ കിട്ടിയ അവസരം നല്ല പോലെ അനു മുതലെടുത്തു. എന്നിട്ട് എല്ലാവരുടെ അടുത്തും പറഞ്ഞു, ഒരു ചെറിയ അമ്പലത്തിൽ വെച്ച്
ഈ എൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഈ താലി അലോക് എൻ്റെ കഴുത്തിൽ ഇട്ടു. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾ ഇനി എങ്ങനെയാണ്, എനിക്കൊരിക്കലും അലോകിനെ വിട്ട് മാറാനും പറ്റില്ല, അതുപോലെ തന്നെ അലോകിനും ഞാനില്ലാണ്ട് ജീവിക്കാനും പറ്റൂല എന്നൊക്കെ നമ്മുടെ അനു അവരുടെ അടുത്തൊക്കെ പറയണേ. ഇതൊക്കെ കേട്ടപ്പോൾ പിന്നെ അവർക്ക് ഭയങ്കര വിശ്വാസമാവുകയാണ്. കാരണം ഇവർ തമ്മിൽ ഇത്രയും വലിയൊരു റിലേഷൻ ആയിരുന്നു എന്നുള്ളതൊക്കെ ഒരു ഇത് തോന്നൽ അവരിലും വരെയാണ്. പിന്നെ അവർക്ക് വേണ്ട അവർ ആദ്യ ഇതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ കൃഷ്ണമംഗലം അങ്ങ് നിൽക്കുകയാണ്. അലോകിൻ്റെയും ആദ്യ രാത്രിക്കുള്ള കാര്യങ്ങളും അവരെ മണിയറ ഒരുക്കുന്നതിലും ഒക്കെയുള്ള ഒരു ഒരുക്കങ്ങളാണ് നമ്മുടെ കൃഷ്ണമംഗലത്ത്. ഇതേ സമയം നമ്മുടെ ബാലനാണെങ്കിലും മനസ്സ് തകർന്ന് ചങ്ക് പൊട്ടി ഒരച്ഛൻ്റെ അവസ്ഥ. എന്നിട്ട് നേരെ ബാലൻ്റെ ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ, പലചരക്കടയിൽ. അവിടെ ചെന്നിട്ട് നേരെ കട അടിച്ചു വാരണു, നിലം തുടയ്ക്കണു. അപ്പം നമ്മുടെ രാമേട്ടൻ ചോദിച്ചു, ബാല നീ ഇതെന്തൊക്കെയാണ് ഈ കാണിക്കണേ, നീ ഒന്ന് ഒരിടത്ത് സമാധാനമായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ നീ വീട്ടിൽ പോയി ഇരിക്കുക ബാല, നീ ഇന്നത്തെ ദിവസം ഇങ്ങോട്ട് വന്ന നിൻ്റെ മനസ്സിൻ്റെ സമനില ഒന്നും കൂടെ തെറ്റും എന്നൊക്കെ പറഞ്ഞ് രാമേട്ടൻ കിടന്ന് ഒച്ചയെടുക്കണം. പക്ഷെ അതൊന്നും ബാലൻ കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല കേട്ടോ. ബാലനാകെ ഒരു വെപ്രാളവും ഒരു ടെൻഷനും സങ്കടവും, ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതിന് പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ബാലൻ. അപ്പോഴാണ് രണ്ട് പേര് അവരെ കടയിൽ പലർക്ക് കടയിൽ വരണേ, രണ്ട് ലേഡീസ്. അപ്പോൾ ബാലനെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല ബാലേട്ടാ നിങ്ങളുടെ മോളെ കല്യാണം മുടങ്ങിയെന്നൊക്കെ കേട്ടുമല്ലോ, അത് ആ അലോകിൻ്റെ കൂടെയാണല്ലോ. എത്രയോ ചെറുക്കന്മാർ ഈ നാട്ടിലുണ്ടായിരുന്നു, എന്തിനാ ഈ അനു ഇങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിൽ ഓരോ കുത്തുവാക്കുക. അപ്പം നമ്മുടെ രാമേട്ടൻ പറഞ്ഞു, അതെ നിങ്ങൾ കടയിൽ സാധനം മേടിക്കാൻ വന്നാലേ സാധനം മേടിച്ചിട്ട് അങ്ങോട്ട് പോകുമോ, അല്ലാണ്ട് നിങ്ങൾ വേറെ കുത്തുവർത്താനങ്ങളൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമംഗലം പിന്നീട് കാണിക്കുന്നത്, കൃഷ്ണമംഗലത്ത് നമ്മുടെ അനുമോളെ പുതിയ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ആഭരണങ്ങളൊക്കെ ഇടിയിപ്പിച്ച് ആദ്യ രാത്രിയിലേക്ക് കടത്തി വിടണം. അപ്പോൾ പാലക്കയായിട്ട് നമ്മുടെ അനുവിൻ്റെ റൂമിലോട്ട് കടത്തി വിടണം. അപ്പോഴേക്ക് അലോക് മനസ്സിൽ ചിന്തിക്കുന്നത്, എവള അന്ത്യ എൻ്റെ കൈ കൊണ്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അലോക് രണ്ടും കൽപ്പിച്ചാണ് കയറുന്നത് കേട്ടോ. എന്നിട്ട് അലോക് അവരൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് പുറത്തോട്ട് ഇറങ്ങി പോകാനൊക്കെ നോക്കുക. അപ്പോഴേക്കും നമ്മുടെ അനു പറയും, അതെ അവർക്ക് വെറുതെ സംശയം കൊടുക്കണ്ട, എന്തായാലും ഒരു റൂമിൽ തന്നെ കിടന്നാൽ മതി, ഞാൻ കട്ടിലിൽ കിടക്കും, അലോക് താഴെ കിടന്നാൽ മതി, അതേ അർഹിക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അനു രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഇനി അലോകിനിട്ട് 8ൻ്റെ പണിയാണ് കൊടുക്കണത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അനുവിൻ്റെ മനസ്സിൽ കൃഷ്ണമംഗലത്തിലെ ഓരോ വ്യക്തികളെടുത്തും, മുത്തശ്ശി ഒഴികെ ബാക്കി എല്ലാവരുടെ അടുത്തും അനുവിനെ തീരാത്ത ദുഃഖമാണ്. കാരണം തൻ്റെ ആനന്ദേട്ടൻ്റെയും ദേവിയേട്ടത്തിയുടെയും കുഞ്ഞിനെ നശിപ്പിച്ച അലോക്, അങ്ങനെ ഓരോ കാര്യങ്ങൾ തൻ്റെ ദേവമംഗലം കുടുംബത്തോട് ചെയ്ത ഈ കൊടും ക്രൂരതകൾക്ക് നമ്മുടെ അനു 8ൻ്റെ പണിയാണ് കൊടുക്കുന്നത് കേട്ടോ. അതും ഇനി കാണേണ്ട ഓരോ സീനുകൾ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ പ്രൊമോ ഏകദേശം ആയി വരുന്നേ ഉള്ളൂ നാളത്തേത്, എങ്കിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് നാളെ വരാനിരിക്കുന്നത്. കാരണം നമ്മുടെ അനു കൃഷ്ണമംഗലത്ത് കൊടുക്കുന്ന അലോകിനിട്ട് കൊടുക്കുന്ന 8ൻ്റെ പണികളൊക്കെയാണ് കേട്ടോ. അലോകിൻ്റെ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഡ്രസ്സും ഒക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒത്താശ പിടിച്ചുകൊണ്ട് നമ്മുടെ ഇന്ദിരാമയും ഒപ്പത്തിനൊപ്പം ഉണ്ട് കേട്ടോ അനുവിൻ്റെ. അങ്ങനെ ആ ഒരു സീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തു തന്നെ ഇരിക്കാം ഇനി പുതിയ വിശേഷം എന്താണ് നമ്മുടെ സാന്ത്വനം 2-ൽ വരുന്നതെന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറയുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.